മലയാളത്തിലെ മഹാകവി ജി ശങ്കരക്കുറുപ്പിന് ജന്മനാട്ടിൽ ഒരു സ്മാരകം വേണമെന്നുള്ള ആവശ്യത്തിന് 2 പതിറ്റാണ്ടോളം പഴക്കമുണ്ട്. GCDA നൽകിയ 25 സെന്റ് സ്ഥലത്താണ് മഹാകവി ജി ശങ്കരക്കുറുപ്പിന് സ്മാരകം ഉയരുന്നത്. ആദ്യ നിലയിൽ ഗ്യാലറിയും ജിയുടെ കവിതകൾ ആസ്വദിക്കാൻ കഴിയുന്ന സൗണ്ട് ഗ്യാലറിയും ഒരുക്കും. രണ്ടാമത്തെ നിലയിലെ പ്രധാന ആകർഷണം ഓപ്പൺ സ്റ്റേജും യോഗ സ്പേസുമാണ്. ഓപ്പൺ സ്റ്റേജിൽ 100ഓളം പേർക്ക് കലാപ്രകടനങ്ങൾ ആസ്വദിക്കാൻ സൗകര്യമുണ്ടാകും. ജി ശങ്കരക്കുറുപ്പിന്റെ പ്രധാന കൃതിയായ ഓടക്കുഴലിനെ അനുസ്മരിപ്പിച്ച് യോഗ സ്പേസിനോട് ചേർന്ന് ഓടക്കുഴലിന്റെ മാതൃക സ്ഥാപിക്കും. മാതൃഭൂമിയാണ് മഹാകവിജിയുടെ സ്മാരകം നിർമ്മിക്കണം എന്ന ആവശ്യവുമായി മേയറായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം എന്നോട് വളരെ ശക്തമായി ആവശ്യപ്പെടുന്നത് ആ മംഗളവനത്തിനോട് ചേർന്ന് മംഗളവനത്തിൻ്റെ എക്കോസിസ്റ്റത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ കോൺക്രീറ്റ് സ്ട്രക്ചറിനെ ഏറ്റവും ചുരുക്കി ചുറ്റും കാവാക്കി. അപ്പോൾ ആ ഡിസൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താഴെ ഭൂഗർഭ നിലയിൽ 2 പാതി ഉള്ളതിൽ ഒന്നിൽ നമുക്ക് ഈ ലളിതകലാ അക്കാദമി മാത്രമാണ് ഇപ്പോൾ ചിത്രകാരന്മാർക്ക് ആർട്ട് ഗാലറി ഉള്ളത്. ഇത് മനോഹരമായ ഒരു ആർട്ട് ഗാലറി തയ്യാറാവുന്നു. തൊട്ടപ്പുറത്ത് ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു സാഹിത്യ ആസ്വാദകനോ വന്നാൽ ഒരു ഹോളോഗ്രാം വെച്ച് അവർക്ക് ജിയുടെ കവിതകൾ കേൾക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് അവിടെ കിട്ടുകയാണ്. AK ആന്റണി മുഖ്യമന്ത്രിയും ദിനേശ് മണി കൊച്ചി മേയറുമായിരുന്ന സമയത്താണ് ജി ശങ്കരക്കുറുപ്പിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ചത്. എന്നാൽ പല പ്രതിബന്ധങ്ങൾ തട്ടി സ്മാരകമെന്ന സ്വപ്നം നീണ്ടുപോവുകയായിരുന്നു. കൊച്ചി നഗരസഭയുടെ 2021-2022 പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് സ്മാരകം ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.